ാണ് സർവീസ് ഓഫ് സമൺസ് സെക്ഷൻ 27 മുതൽ 32 വരെയാണ് സർവീസ് ഓഫ് സമൺസിനെ കുറിച്ചിട്ട് CPCയിൽ പറയണത്. സെക്ഷൻ 27 മുതൽ 32 വരെയും പിന്നെ ഓർഡർ 5 റൂൾ 1 മുതൽ 30 വരെയാണ് CPCയുടെ അകത്ത് സർവീസ് ഓഫ് സമൺസിനെ കുറിച്ച് പറയുന്നത്. സമൺസ് എന്താണ്? ഒരു ലെറ്ററാണ്, അതായത് ഒരു നോട്ടീസാണ്. ഇത് നമ്മളൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എതിർ കക്ഷിയെ വിളിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു കോളിംഗ് ലെറ്ററാണ് എന്ത് സമൺസ് എന്ന് പറയണം. നമ്മൾ കോടതിയിൽ നോട്ടീസ് അയക്കാറില്ലേ, ഇന്ന സമയത്ത് ഇന്ന കോടതിയിൽ പ്രസന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെറ്റർ അയക്കാറുണ്ട്. അതായത് ഡിഫൻഡന്റിന് അറിയണമല്ലോ അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കോടതിയിൽ ഹാജരാവണം എന്നുള്ളത്. അപ്പം അതിന് കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് ഈ സമൺസ് എന്ന് പറയണത്. ഈ സമൺസ് എന്താണെന്ന് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, CPCയിൽ ഒന്നിലും ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതൊരു കോൾ ലെറ്റർ ആണ്. ഇതെന്ത് ചെയ്തിരിക്കണം, 30 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സമൺസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് പ്ലെയിൻറ്റ് ഫയൽ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് സമൺസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഈ സമൺസ് 30 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, കോടതി ഇഷ്യൂ ചെയ്യണം. ഇതിൽ ഡയറക്റ്റ് സർവീസും ഉണ്ട്. അതായത് സമൺസിന് കോടതി വഴി ഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊരു ഡ്യൂപ്ലിക്കേറ്റ് സമൺസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ഇപ്പോൾ ഒരു കോടതിയിൽ കേസ് അടക്കുകയാണ്, ആ കോടതിയിൽ സമൺസ് അയക്കാൻ നിൽക്കുകയാണ്. ഈ ഡിഫൻഡന്റ് എന്ന് പറയുന്ന വേറൊരു കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിലാണ് വരണമെന്നുണ്ടെങ്കിൽ ഈ സമൺസ് ആ കോടതി വഴി, അതായത് അയാൾ ഏത് ജൂറിസ്ഡിക്ഷനിലുള്ള കോടതിയിലാണോ ഉള്ളത് ആ കോടതി വഴി സമൺസ് അയക്കും. ഈ സമൺസ് എന്താണ്, വിറ്റ്നസിനും അയക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയാനും സമൺസ് അയക്കാറുണ്ട്. ഡിഫൻഡന്റ് മാത്രമല്ല സമൺസ് അയക്കുന്നത്. ഇനി മോഡ്സ് ഓഫ് സമൺസ്, ഏതൊക്കെ രീതിയിൽ സമൺസ് എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. ഓർഡർ 5 റൂൾ 9 മോഡ്സ് ഓഫ് സമൺസിനെ കുറിച്ച് പറയണത്. ഇതിൽ 4 മോഡ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തത് ഡയറക്റ്റ് സർവീസ്, അതായത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, അയാൾക്ക് കൊണ്ട് കൊടുക്കും. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ സമൺസ് കൊടുക്കുന്ന ആ ഡിഫൻഡന്റ്, അതായത് ആ പേഴ്സൺ എന്ന് പറഞ്ഞാൽ മതി, ആ പേഴ്സൺ പ്രസന്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സണിന് ഏതെങ്കിലും ഏജന്റ്, അതായത് ആ പേഴ്സൺ ഏതെങ്കിലും ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഏജന്റിന്റെ കയ്യിൽ സമൺസ് എന്ത് ചെയ്യും, കൊടുക്കാറുണ്ട്. അതായത് എന്താണ്, സമൺസ് കൊടുക്കാനായിട്ട് വരുമ്പം ആ പേഴ്സൺ പ്രസന്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് ഏജന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഏജന്റിന്റെ കയ്യിൽ എന്ത് ചെയ്യും, സമൺസ് അയക്കും. പിന്നെ ഈ സമൺസ് എന്താണ്, ഏജന്റ് ഇല്ല, അതായത് ആ പേഴ്സണും ഇല്ല, ആ പേഴ്സൺ അങ്ങനെ ഒരു ഏജന്റും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഫാമിലി മെമ്പറിലായിരിക്കും കൊടുക്കണത്. ഫാമിലി മെമ്പറിൽ ആരാണോ മൂത്ത ഒരു മെമ്പർ, അയാൾക്ക് എന്ത് ചെയ്യും, ഈ സമൺസ് കയ്യിൽ കൊടുക്കാറുണ്ട്. അതായത് മൂത്ത ആൾക്ക്, ആ അതായത് ഫാമിലിയിൽ ആരാണോ ഒരു മൂത്തതായിട്ടുള്ളത് അയാൾക്കായിരിക്കും ഈ സമൺസ് സെർവ് ചെയ്യുന്നത്. പിന്നെ ഈ പേഴ്സൺ, അതായത് സമൺസ് കൊടുക്കുന്ന പേഴ്സൺ സോൾജർ ആണ് എന്നുണ്ടെങ്കിൽ ഈ പേഴ്സന്റെ സുപ്പീരിയർ കമാൻഡ് ഓഫീസറിനായിരിക്കും എന്ത് ചെയ്യുന്നത്, സമൺസ് സെർവ് ചെയ്യുന്നത്. പിന്നെ ഈ സമൺസ് കൊടുക്കുന്ന ആൾ പ്രിസണർ ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രിസണറിന്റെ ചാർജ് ആർക്കാണോ ഉള്ളത് ആ ചാർജ് പേഴ്സണിനായിരിക്കും എന്ത് ചെയ്യുന്നത്, സമൺസ് സെർവ് ചെയ്യുന്നത്. പിന്നെ ഈ പേഴ്സൺ ഗവൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഡിഫൻഡന്റ് സുപ്പീരിയർ ഓഫീസർ കാണും, ഗവൺമെന്റിന്റെ സുപ്പീരിയർ ഓഫീസറിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ സമൺസ് സെർവ് ചെയ്യുന്നത്. ഈ ഡയറക്റ്റ് സമൺസ് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇനി രണ്ടാമത്തെ സർവീസ് ത്രൂ ദ പ്ലെയിൻറ്റിഫ്, അതായത് റൂൾ 9A പറയുന്നുണ്ട് പ്ലെയിൻറ്റിഫ് തന്നെ എന്ത് ചെയ്യും, ഡിഫൻഡന്റിന് വേണമെങ്കിൽ അതായത് സമൺസ് സർവീസ് ചെയ്യാം. അതിന് പ്ലെയിൻറ്റിഫ് എന്താണ്, കോടതിയോട് ആപ്ലിക്കേഷൻ കൊടുക്കണം. കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കോടതി സമ്മതിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പ്ലെയിൻറ്റിഫിന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഡിഫൻഡന്റിന് സമൺസ് സർവീസ് ചെയ്യാം. പിന്നെ മൂന്നാമത്തതാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. റൂൾ 17 സബ്സ്റ്റിറ്റ്യൂട്ടഡിനെ കുറിച്ച് പറയണത്. വേറൊന്നുമല്ല, ഈ ഡിഫൻഡന്റ് സമൺസ് വാങ്ങാനായിട്ട് എന്താണ് വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ ഡിഫൻഡന്റ് എവിടെയാണെന്നൊരു നിശ്ചിതമില്ല എന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ വഴി പബ്ലിഷ് ചെയ്യാം. ഇന്ന കാരണത്താൽ ഇങ്ങനെ ഒരാളെ വിളിക്കുന്നു എന്നുള്ളത് ന്യൂസ് പേപ്പർ വഴി എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. പിന്നെ നാലാമത്തത് സർവീസ് ബൈ ദ കോർട്ട്, എന്താണ്, കോടതിയിലുള്ള സ്പെഷ്യൽ മെസ്സേജർ വഴി എന്ത് ചെയ്യാം, ആ പേഴ്സൺ എന്ത് ചെയ്യാം, ഈ സമൺസ് സർവീസ് ചെയ്യാം. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.